ജി സുധാകരനെ വിമർശിച്ച് മുഖ്യമന്ത്രി. അവസരവാദികൾ കാരണം ഒരു വോട്ട് പോലും കുറയില്ലെന്ന് പിണറായി വിജയൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തെങ്ങിൽ കയറി നടന്നവർ ഇന്ന് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയെന്ന് ജി സുധാകരന്റെ മറുപടി. ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും ജി സുധാകരനെതിരായ പ്രസ്താവന ഇരട്ടത്താപ്പെന്നും വി ഡി സതീശൻ. UDF പ്രകടന പത്രിക നാളെ. ശബരിമല വിഷയം വീണ്ടും പ്രചാരണായുധമാക്കി BJP കേന്ദ്ര നേതാക്കൾ. പ്രധാനമന്ത്രി നാളെ കേരളത്തിലെ 4 ലക്ഷത്തോളം പേരുമായി ഓഡിയോ ബ്രിഡ്ജിലൂടെ സംവദിക്കും. തിരഞ്ഞെടുപ്പിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയെന്ന വിമർശനം. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നീക്കം തടയണമെന്നും ഹൈക്കോടതി. തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ പേരുമാറ്റം പരിഗണിക്കണമെന്ന് വരണാധികാരിക്ക് കോടതി നിർദ്ദേശം. സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന ഹർജിയിൽ വിചാരണ നേരിടണം. പേരാമ്പ്രയിൽ LDF വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. പാലക്കാട് രമേശ് പിഷാരടിയെ BJPക്കാർ തടഞ്ഞതായി പരാതി. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ അവതരണം മാറ്റി കേന്ദ്ര സർക്കാർ. ലോക്സഭ പരിഗണിക്കുക അടുത്ത സമ്മേളനത്തിൽ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആശങ്ക പങ്കുവച്ച് ക്രൈസ്തവ സംഘടനകൾ. ബില്ല് കൊണ്ടുവരും മുമ്പ് ചർച്ച നടത്തുമെന്ന് BJP. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ. എറണാകുളം സബ് ജയിലിൽ തുടരും. ശനിയാഴ്ച നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും അന്ന് പരിഗണിക്കും. പരാതി വ്യാജമെന്ന് രഞ്ജിത്ത്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫഫ്ക. ഇറാനിൽ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഘർഷം പുതിയ പ്രതിസന്ധിയിൽ. പ്രസിഡന്റിനെ നിഷ്പ്രഭനാക്കി ഭരണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഏറ്റെടുത്തതായി റിപ്പോർട്ട്. യുദ്ധം 2 ആഴ്ചയ്ക്കകം അവസാനിച്ചേക്കുമെന്നും ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കില്ലെന്നും ട്രംപ്.